ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷൻ ആണ് ബസൂക്ക സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. കുറച്ചധികം സന്തോഷമുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ബസൂക്കൻ്റെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് പ്രൊമോഷൻ പോരാ, കുറച്ചും കൂടെയൊക്കെ നന്നാവണം, കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഊർജ്ജം വെക്കണം, കുറച്ചും കൂടെയൊക്കെ ഒന്ന് മുന്നോട്ട് വാ എന്നുള്ള രീതിയിലാണ്. അതൊക്കെ ശരിക്കും ഒരു നെഗറ്റീവ് അല്ലേ? എന്നാൽ അതൊക്കെ മാറിയിട്ട് നല്ല ഹാപ്പി ന്യൂസുകൾ വന്നു തുടങ്ങുന്നു. അതാണല്ലോ വേണ്ടത്. അല്ലല്ലേ? പിന്നെ പറഞ്ഞോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനസ്സിലായി. ഞാനും ഉണ്ട് കേട്ടോ. അമേരിക്ക ഇങ്ങനെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പറഞ്ഞ് അമേരിക്ക. അതേ, ഞാനും വന്നോട്ടെ. വേണ്ട, നീ വരണ്ട. നീ മറ്റേതാണോ? ഞാൻ വന്നു കഴിഞ്ഞാൽ നിന്റെ തുണി അലക്കും. അതല്ലേ നീ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോ നീ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നീ ചെയ്തു തരണ്ട. തുണി അലക്കലും കഞ്ഞിവെക്കലൊക്കെ ഇവിടെ സാധാരണ ചെയ്യുന്നതാണ്. നീ പറഞ്ഞു അത് കൂടല്ലേ? അടുത്ത പറ. നീ എതിന് പോണെന്നായിരുന്നു പറഞ്ഞായിരുന്ന? എന്തിനാടാ? ഗുഡ് വാടകളി. നീ അതിന് പോയാ മതി. ഞാനൊന്ന് ചിന്തൊന്നും മാറ്റി. വേണ്ട, ഇവിടെ ഷോ ഇല്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു കുന്തളിപ്പായിരുന്നു എന്നറിയോ. രാവിലെ 9 മണിക്ക് ഷോ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇവിടെ ഷോ വന്നു. 9 മണിക്ക് ഷോ വെച്ചിട്ടുണ്ട്. അപ്പത്തേക്ക് നേരെ തിരിഞ്ഞു. പിന്നെ അത് മാത്രല്ല, വേറെ കാര്യമുണ്ട്. ചിലത് അറിഞ്ഞപ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആയി വരണമെന്ന്. നമുക്ക് ഇതൊക്കെ പണ്ടേ അറിയാലോ. ഹൈപ്പ് മനസ്സിന് തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഹൈപ്പ് ചെറുതായിട്ട് വന്നു. അത് കേട്ടറിവ് അങ്ങനെയാണ്. ചിലത് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. എന്തൊരു അഹങ്കാരം! ആദ്യമേ തീരുമാനിച്ചതിന്റെ അഹങ്കാരം. എന്നാലും അവിടെ ഇരുന്നാ മതി, വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളാം. ഒരുമിച്ചാണോ? പിന്നെ 4-5 കൊല്ലമായിട്ട് കൂടെ നടക്കുന്നതല്ലേ. പിന്നെ പോവാ. പിന്നെ തുണി അലക്കുന്നതല്ലേ അല്ലേ? ഇടയ്ക്ക് ഒരു ചായയൊക്കെ മേടിച്ചോണ്ട് തന്നോളൂ കേട്ടോ. എന്നാ മാത്രം കൊണ്ടുപോവാം. പോപ്കോൺ. ഓക്കെ, എന്നാ ശരി. അത് വലുത് ഫിക്സ്. ഓക്കെ, പൂളപ്പൊരി അത് വേണ്ട, മറ്റേ സാധനം മതി. വേറൊരു നുറുക്കില്ലേ? അത് മതി. പിന്നെ അത് മതി. ചൂടുള്ള ചായ, അത് കോഫി വിത്ത് ചിക്കൻ റോള് സ്പെഷ്യൽ ചിക്കൻ റോള് കിട്ടുന്ന സ്ഥലത്തേക്കാ കൊണ്ടുപോകണം നിന്നെ. ഓക്കെ, അപ്പോ ഫിക്സ് ആണെന്ന്. ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞോ. അപ്പൊ ഫസ്റ്റ് ഷോ രണ്ടുപേരും ഒരുമിച്ച് ബസൂക്ക കാണും. ഓക്കെ, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ബസൂക്ക സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ട്. ഇനി 3 ദിവസം കൂടി എന്നുള്ള അനൗൺസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അതിൽ കാണിച്ചിരിക്കുന്ന ക്യാരക്ടർ സണ്ണി വർഗീസ്, നമ്മുടെ ഹക്കീം ഷാ ഈ ക്യാരക്ടർ ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ, അതായത് അടുക്കുംതോറും വലുതാണല്ലോ വരിക. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല വലുപ്പമുള്ള കഥാപാത്രം തന്നെയാണ്. അത് ഉറപ്പല്ലേ? നമ്മൾ ഇതിനു മുൻപ് ഇതിലെ കണ്ട് ട്രെയിലറിൽ കണ്ടു. പിന്നെ അനൗൺസ്മെന്റ് പോസ്റ്ററിലെ റിലീസ് ഡേറ്റ്, ആ ഫൈറ്റിന്റെ ബസ്സിന്റെ അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന, അപ്പൊ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ സംഭവം ആൾക്കുണ്ട്. ആൾക്ക് വേണ്ടി ഷൂട്ട് വരെ നിന്നല്ലേ കുറച്ച് നാള്. അപ്പൊ ആൾക്ക് അതിന്റേതായ റോൾ ഉണ്ടാവുമല്ലോ. ആൾ ആക്സിഡന്റ് ആയി നിന്ന സമയത്ത് കുറച്ച് ദിവസം അതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചതായിരുന്നു. പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രശ്നമായിരുന്നു അതിലെ ആൾക്ക് ആക്സിഡന്റ് പറ്റി. അതിന്റെ പേരിൽ ചെറുതായിട്ടൊന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. നാളത്തെ പോസ്റ്ററിൽ ആരായിരിക്കും? നാളെ ആയിരിക്കും. അത് ഇന്നാണ് വരിക. 2-ന്റെ ഇന്നലെ വന്നതാ. 2-ന്റെ ആരായിരിക്കും നോക്കാം. ഗൗതം മേനോനൊക്കെ നേരത്തെ വന്നതല്ലേ? അത് ക്യാരക്ടർ വന്നതാ. അത് ശരിയാ. ബാബു ആന്റണി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ബാബു ആന്റണി ഒളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും പ്രിവ്യൂ ഒക്കെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനുണ്ട്. അത് ലാസ്റ്റ് പറയാം. അതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ പിടിച്ചു വെച്ച് നിൽക്കുന്നത്, സംസാരിക്കുകയാണ്. എന്തായാലും സെൻസർ കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ അനൗൺസ്മെന്റ് ഒഫീഷ്യലായിട്ട് പോസ്റ്റർ വെച്ചിട്ട് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ 13+ എന്നായിരുന്നു കാണിച്ചിരുന്നത്. ഇതിൽ പക്ഷേ ഇതിന്റെ സെൻസർ റിപ്പോർട്ട് വന്നപ്പോൾ സർട്ടിഫിക്കറ്റിൽ 16+ എന്നുള്ളതാണ്. അപ്പൊ ചില സംഭവങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളാൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തായിരിക്കും. കട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ 16+ ആവില്ലല്ലോ ചെയ്യാ. അപ്പോഴല്ലേ 16+ ആവുന്നത്. 13+ കൂടുതലല്ലേ ചെയ്യുന്നത്? അല്ലേ? അങ്ങനെയല്ല, 13-ന്റെ മുകളിലേക്കുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളടത്ത് അത് മാറുമല്ലേ ചെയ്യുന്നത്. 16-ന്റെ മുകളിലുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോ ശരിയാണല്ലോ. അപ്പൊ കൊറേ കട്ട് ചെയ്യല്ല, ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ശരിയാ.
കട്ട് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങ് മാറിപ്പോവാണല്ലോ. അതെ, ഇപ്പൊ 16+ 13+ ആവണമെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവും ചില ഡയലോഗ്സ്, ചില സീനുകൾ. പക്ഷെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താലാണ് 13+ 16+ ആവുള്ളൂ. പിന്നെയും കൂടുതൽ ആഡ് ചെയ്താലാണ് 18+ ആവും. അപ്പൊ അങ്ങനെയുള്ളൊരു എന്തൊക്കെയോ സംഭവം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് 154 മിനിറ്റും 27 സെക്കൻഡുമാണ്. 2 മണിക്കൂറും 34 മിനിറ്റും 27 സെക്കൻഡും. നല്ല മോശമില്ലാത്ത റൺ ടൈമാണ് അല്ലേ? 2.5 മണിക്കൂർ. അതെ, 2.5 മണിക്കൂർ കറക്റ്റ്. ഓക്കെ. പിന്നെ ഇതിൽ എന്തൊക്കെ കട്ട് ചെയ്തു, എന്തൊക്കെയാന്നുള്ളതൊന്നും പുറത്ത് വന്നിട്ടില്ല. അത് നന്നായി പുറത്ത് വിടാത്തത് കാരണം ചില കാര്യങ്ങളിലൂടെ നമുക്ക് ചില സംഭവങ്ങൾ മനസ്സിലാവും. സത്യം. അത് ഇപ്പോൾ സിദ്ധാർത്ഥ് ഈ അടുത്ത് ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്കക്ക് 2 ലുക്ക് ഉണ്ട്. അത് തന്നെ ശരിക്കും പറയാൻ പാടില്ലാത്തതാ. അത് അബദ്ധം പറ്റിയതാണോ അതിന് മനഃപൂർവ്വം പറഞ്ഞാണോ എന്ന് അറിഞ്ഞൂടാ. തീരെ ഹൈപ്പില്ലാത്തത് ഒന്ന് ഇളക്കാൻ വേണ്ടിട്ട്. അതെ. ഓക്കെ. ചിലര് ഇളകിയാലോ. അതാണ്, ചിലരെ ഇളകിയല്ലോ, കാലൊക്കെ പിടിച്ചു വരുന്നുണ്ടല്ലേ. ടിക്കറ്റ് വേറെ, അതായത് മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് അജിത്ത് തല കടവളെ ആ ഒരു മൈൻഡിലുള്ളടത്തുനിന്ന് മാറി ചിന്തിച്ച് വീണ്ടും ഇത് തന്നെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടാ ഇതൊക്കെ തിരിച്ചു വരും, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് നേരത്തെ അറിയാം. ഓക്കെ. എന്തായാലും ഇതിന്റെ പ്രിവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. ഫൈനൽ മിക്സിങ് മിനിഞ്ഞാന്ന് കഴിഞ്ഞതാണ്. അതിനുശേഷം ഇത് പക്ക ഔട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പ്രിവ്യൂ നടന്നിട്ടുണ്ട്. പ്രീമിയർ അല്ല, അതായത് എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലല്ല, പ്രിവ്യൂ നടന്നിട്ടുണ്ട്. അതിൽ ഫ്രൈഡേ മാറ്റ്നി ഇതിനെക്കുറിച്ചുള്ള ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തോ ഒരു സോങ് ആണുള്ളത്, മരണോ അതാണോ? ഓക്കെ. എന്തായാലും വിഷ്ണു സുഗതൻ നമ്മുടെ മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ആള് ഇതിൻ്റെ പ്രിവ്യൂ കണ്ടതിന് ശേഷം ആളുടെ ട്വീറ്റ് വന്നിരിക്കുന്നത് ഇതാണ്: ബസൂക്ക 5 കപ്പ് കൊടുക്കുന്നുണ്ട് ആള്. 5 കൂളിംഗ് ഗ്ലാസ് അല്ല, 3 കൂളിംഗ് ഗ്ലാസും. മറ്റേ നമ്മുടെ അനിരുദ്ധിടാറുണ്ടല്ലോ കപ്പ്, അതുപോലെ കപ്പ് അടിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഡീനോ ഡെനീസ് ഫാൻ ബോയ് സംഭവം എന്നുള്ള രീതിയിൽ തന്നെ കുറച്ച് തീയുണ്ടെയും കൈ ഇങ്ങനെ അടിച്ചടാ, നമ്മൾ പൊക്കിടാ, കാണിച്ചു തരടാ എന്നുള്ള സാധനം ഉണ്ടല്ലോ അതും. പിന്നെ വിഷു 2025 വിൻ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ കാണിക്കുന്നു. അപ്പൊ മറ്റുള്ള സിനിമയുടെ ആള് കാണണല്ലോ. കോൺഫിഡൻസ് കുറച്ച് കൂടി പോയത്. മറ്റുള്ള പടങ്ങൾ കൂടി കാണണ്ടേ? അല്ലെങ്കിൽ ആള് മനസ്സിലാക്കിയിരിക്കുന്നു ഇനി എന്ത് ഇതിന്റെ മുകളിൽ വന്നാലും അതൊക്കെ മുകളിലായിരിക്കും എന്നുള്ള ചിന്ത ഉണ്ടാവുമായിരിക്കണം. അതെ, അല്ലെങ്കിൽ എല്ലാ സിനിമയും ആള് കണ്ടിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. ഇതെന്തായാലും ആള് ഭയങ്കര കോൺഫിഡൻസിൽ അപാര ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ തന്നെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. എന്താണെങ്കിലും കൊള്ളാം. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ഇളക്ക്. ഗുഡ് ബാഡൊക്കെ പിന്നെ കാണാന്ന്. പക്ഷെ എത്ര കണ്ട് ഇളകി ഇങ്ങനെ നിൽക്കുമ്പോഴും മറ്റൊരു ഭാഗം കൂടി ചിന്തിച്ചിട്ട് എല്ലാത്തിനും പോകാൻ പാടുള്ളൂ. പിന്നെ അത് മാത്രല്ല 9 മണിക്ക് ഷോ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഒരാശ്വാസം, ഒരു പേടിയില്ല. നേരെ പോകുന്നു, അത് കഴിഞ്ഞാൽ അടുത്ത സിനിമക്ക് പോകുന്നു. അടുത്ത സിനിമയ്ക്ക് ഞാൻ ഏതിനു പിടിക്കും? നീ ജിംഖാന പിടിച്ചോ? ജിംഖാനയ്ക്ക് പോവാം. എനിക്ക് കുറച്ചും കൂടി താല്പര്യം മരണമാസമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, രണ്ടും എന്തായാലും കാണണല്ലോ. ബസൂക്കിയും ഗുഡ് ബാഡ് അഗ്ലി ഉണ്ടായിട്ട് അതില് വ്യൂസിന് പ്രാധാന്യം കൊടുത്ത് നീ അതിന് ഗുഡ് ബാഡ് അഗ്ലിക്ക് പോകുന്നില്ലേ? അതെ പറഞ്ഞത്. ആ രീതിയിൽ ഞാൻ വിട്ടുവീഴ്ച നീ അത് നിക്കണം. മരണമാസം മാറ്റി വെച്ചിട്ട് ജിംഖാന പോയി കാണ്. മരണമാസൊക്കെ ബേസിലിന്റെ ഫാൻ പവർ അറിയാത്തോണ്ടാ ആണ്. പക്ഷെ ആലപ്പുഴ ജിംഖാനന്റെ അത്ര ഹൈപ്പ് എന്തായാലും മരണമാസം ഇല്ലല്ലോ. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കാര്യമുണ്ട്. കൗണ്ടില് മാറ്റുണ്ട്, വ്യൂസില് വ്യത്യാസം ഉണ്ടാവും. മറ്റുള്ള രീതിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവൂല. സിനിമ അതാ പറഞ്ഞത്. അതെങ്ങനെയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. എന്താണെങ്കിലും എല്ലാ സിനിമയും കാണും, അത് ഉറപ്പാണ്. എന്തായാലും വളരെ നല്ല റിപ്പോർട്ടാണ് പ്രിവ്യൂവിന് ശേഷം സിനിമ കിട്ടുന്നത് കേട്ടോ. അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഹൈപ്പ് മനസ്സിൽ വെക്കാം. എന്തായാലും സിനിമ വന്നതിന് ശേഷം ഹൈപ്പ് കയറിയാൽ മതി. ഇത് അങ്ങനെ ഇരിക്കട്ടെ, നല്ലതാവട്ടെ. നല്ലൊരു സിനിമ ആവട്ടെ കേട്ടോ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.